തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സിന്റെ മുടി മുറിച്ചുള്ള പ്രതിഷേധം അല്പസമയത്തിനകം തുടങ്ങും. രാപകൽ സമരത്തിന്റെ 50-ാം ദിനമാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് ആശമാർ കടക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, സമരം തുടങ്ങി 50 ദിവസങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് ആശമാർ മാറുകയാണല്ലോ. മുടി മുറിച്ചുള്ള പ്രതിഷേധം എപ്പോഴാണ് അത് തുടങ്ങാൻ പോകുന്നത്? എന്താണ് അതിന് തൊട്ടു മുൻപായി ആശമാർ പറയുന്നത്? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റ് പടിക്കലെ ഈ ആശമാരുടെ സമരവേദിക്ക് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ സമരം തുടങ്ങിയിരിക്കുകയാണ്. ആശമാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. 11 മണിക്കാണ് മുടിമുറിക്കൽ സമരത്തിന് സമയം തീരുമാനിച്ചിട്ടുള്ളത്. ആ സമയമാകുമ്പോൾ ആശമാർ ഓരോരുത്തരായി മുടി മുറിച്ചുള്ള പ്രതിഷേധ സമരം ആരംഭിക്കും. അതിന് മുമ്പായിട്ടുള്ള ആ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സമരസമിതി നേതാവാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നിരാഹാര സമരത്തിൻ്റെ 12ാമത്തെ ദിവസവും അതേപോലെ തന്നെ രാപ്പകൽ സമരത്തിൻ്റെ 50-ാം ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് പെരുന്നാളാണ്, ചെറിയ പെരുന്നാളാണ്. വിശ്വാസികൾ സംസ്ഥാനത്തുടനീളം തന്നെ ഈ നോമ്പ് വ്രതം അതിൻ്റെ ആഘോഷത്തിലായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴും ജീവിതം വഴിമുട്ടിയ ഒരുപാട് ആശമാർ അവർ നിരാഹാര സമരത്തിലാണ്. അവർക്ക് ഐക്യദാർഢ്യവുമായി പല സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ ആശമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കളും ഇന്ന് ഇവർക്ക് ഐക്യദാർഢ്യവുമായി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 11 മണിക്കോടെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേരുമുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ മുടി മുറിക്കുക എന്ന് പറയുന്നത് ഈ സമരത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു ഘട്ടമാണ്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മുടി മുറിക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ ഏറ്റവും നിർണായകമായ ഒരു സമരത്തിൻ്റെ ഘട്ടത്തിലെത്തിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. കാരണം 50 ദിവസമായിട്ട് പോലും വിഷയത്തിൽ ചർച്ച നടത്താനോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ സർക്കാരോ രണ്ട് സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഈ നിരാഹാര സമരം 12ാം ദിവസം എത്തി നിൽക്കുന്ന ഇന്നത്തെ ഒരു പ്രത്യേക ദിവസത്തിൽ ഈ സമരം ഇത്തരത്തിൽ ശക്തമാക്കാൻ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ സമരം ഇവിടെ തീരുമാനിച്ചത്. ഇന്ന് 11 മണിയോടുകൂടി മുടിമുറിക്കൽ തലമുണ്ടനം ചെയ്ത് ആശമാർ പ്രതിഷേധ സമരം നടത്തും. പല ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ മുടിമുറിച്ച് സമരം ചെയ്യുന്നതായിരിക്കും. അജീഷ്, ഇപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ ഒരു തരത്തിലും ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആശമാരെ നമ്മൾ അകറ്റി നിർത്തേണ്ട കാര്യമില്ല, പക്ഷേ അവരുടെ ആവശ്യങ്ങൾ സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നാണ്. ഇതിപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം വരുന്നതുവരെ ഈ സമരം എന്നതാണോ ആശമാരുടെ ഇപ്പോഴത്തെയും നിലപാട്? അവർ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്കാര്യം തന്നെയാണ്. ആദ്യ ദിവസം മുതൽ ഈ സമരം ശക്തമായി തന്നെ തുടരാൻ തന്നെ തീരുമാനിച്ചപ്പോൾ പറഞ്ഞത് ഈ ആവശ്യം അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവർ CA2 അടക്കമുള്ള മറുസമരങ്ങൾ നടത്തി ഈ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെങ്കിലും സമരനേതാക്കളെ അപഹസിച്ച് സമരത്തെ കുറച്ചു കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അവരതിൽ നിന്നും പിന്നോട്ട് പോയിരുന്നില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്തോറും സമരമുറകളൊക്കെ മാറ്റി പരീക്ഷിച്ച് സർക്കാരിനെ എങ്ങനെയെങ്കിലും സമ്മർദ്ദത്തിലാക്കി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ സമരവുമായി മുന്നോട്ട് പോയത്. ഈ 50-ാം ദിവസം എത്തി നിൽക്കുമ്പോഴും നമ്മൾ രാവിലെ ഈ സമരസമിതി നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും അവർ പറഞ്ഞത് ഈ സമരത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ്. നമ്മളോടിപ്പോൾ സമരസമിതി നേതാക്കളുണ്ട്. ചേച്ചി, ഒരു സെക്കൻഡ്. 11 മണിയോടെ നമ്മൾ സമരം തുടങ്ങും. ഈ സമരത്തിന്റെ ആവശ്യം സർക്കാർ ഇതുവരെയ്ക്കും ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവരോട് ഇനി പറയാനുള്ളത് എന്താണ്? 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 50 ദിവസം പറഞ്ഞ കാര്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ സമരം സെറ്റിൽ ചെയ്യണം. നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ സമരം സെറ്റിൽ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. തുടക്കം മുതലുള്ള ആവശ്യം അത് തന്നെയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പോലും ധനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സമരം അവസാനിപ്പിക്കുക? അത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണ്. അദ്ദേഹം രാഷ്ട്രീയ അഭിപ്രായം പറയുന്നത്. ഒരു ധനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മുന്നിലെത്തിയ ഒരു തൊഴിൽ വിഷയം ചർച്ച ചെയ്യുന്ന പരിഹരിക്കുക എന്നുള്ള നിലയിലല്ല അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് സമരസമിതി നേതാക്കളുടെ അഭിപ്രായം. അത് രാഷ്ട്രീയമായ ഒരു നിലപാടെന്നാണ് അവർ പറയുന്നത്. ധനമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ തന്നെ അവർ സമരം നടത്തിക്കോട്ടെ, പക്ഷേ അവരുടെ രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കരുത് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്.
പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പുതുച്ചേരിയിൽ അവരുടെ ഓണറേറിയം 18,000 ഉയർത്തിയിരുന്നു. അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമ്പോഴും കേരളത്തിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ആശമാർ ചോദിക്കുന്നു. ഇവരുടെ പ്രധാനമായും 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം തുടങ്ങിയത്. അത് ഒന്ന്, ആശമാരുടെ ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക, അതേപോലെ തന്നെ ഇൻസെന്റീവിനുള്ള മാനദണ്ഡങ്ങൾ ഒഴിവാക്കുക. ഇക്കാര്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പോലും നിങ്ങൾ സമരം അവസാനിപ്പിക്കും, ബാക്കിയൊക്കെ പിന്നെ ചർച്ച ചെയ്യാമെന്നാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ ഒരു അന്തിമ നിലപാട് എടുക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും, അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ മുടി മുറിച്ച് ഒരു ശക്തമായ സമരം നടത്താൻ അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സ് നടത്തിവരുന്ന സമരം 50 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കൂടുതൽ കടുത്ത രീതിയിലേക്ക് അവരുടെ പ്രതിഷേധം മാറുകയാണ്. ഇന്ന് മുടി മുറിച്ച് ആ സമരത്തിന് കൂടുതൽ ശക്തമായ പ്രതിഷേധം ആക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് ആശമാരുള്ളത്. ആശാ വർക്കേഴ്സിന്റെ പ്രതികരണമാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതുവരെ, അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് ആശാ വർക്കേഴ്സ് പറഞ്ഞത്.